നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പുള്ളി പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ തോർ തന്നെ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം. ഈ യൂണിവേഴ്സിൽ നമ്മുടെ ജെയിംസ് സ്റ്റാർക്ക് ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടാവും. അതായത് അയൺമാൻ്റെ മകൻ. പുള്ളിയായിരിക്കും ഇപ്പോൾ അയൺമാൻ. പുള്ളി റാഫ്റ്റിലുള്ള എല്ലാ ക്രിമിനൽസിനെയും കൊല്ലാൻ വേണ്ടി പോവാണ്. പക്ഷെ അതിൽ ഒരുപാട് നല്ലവരും ഉണ്ടായിരുന്നു, മനമാറ്റം വന്നവർ. അങ്ങനെ അവരൊക്കെ പുഴയിൽ നിന്ന് ഒരു ബോട്ടിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അവരൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ജെയിംസ് സ്റ്റാർക്ക് വരികയാണ്. പക്ഷെ പുള്ളിനെ തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓൾഡ് ക്യാപ്റ്റൻ അമേരിക്കയും വരികയാണ്. അങ്ങനെ ക്യാപ്റ്റൻ മതി മോനെ, ഇനി ആരും മരിക്കില്ലെന്ന് പറഞ്ഞിട്ട് ജെയിംസ് സ്റ്റാർക്കിനെ അറ്റാക്ക് ചെയ്യാണ്. പക്ഷെ ആ ക്യാപ്റ്റനെ തലങ്ങും വിലങ്ങും ഇടിച്ച് പൊളിച്ചുകൊണ്ട് നമ്മുടെ ജെയിംസ് സ്റ്റാർക്ക് വരാണ്. ആരോടോ കള്ളക്കളവ തൻ്റെ സണ്ണ്, ഞാൻ ആരുടെയും മകനല്ല, ഞാനാണെന്ന് പറഞ്ഞിട്ട് പുള്ളിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജെയിംസ് സ്റ്റാർക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കനെ അടിച്ച് ഡിഫീറ്റ് ചെയ്യാണ്. കാരണം അയൺമാൻ്റെ ഒരു പവർഫുൾ സ്യൂട്ടായിട്ട് നോർമൽ ക്യാപ്റ്റൻ അമേരിക്കയ്ക്കാണ് പിടിച്ചെടുക്കാൻ പറ്റില്ല. ഇതാണെങ്കിൽ ഓൾഡ് ക്യാപ്റ്റൻ അമേരിക്കയും. അങ്ങനെ ക്യാപ്റ്റൻ ഡിഫീറ്റ് ആവാണ്. അങ്ങനെ ജെയിംസും ഗുഡ് ബൈ അങ്കിൾ സ്റ്റീവ് എന്ന് പറയാണ്. ഉടനെ തന്നെ പുള്ളിയുടെ സ്യൂട്ടിലേക്ക് വലിയൊരു തണ്ടർ സ്ട്രൈക്ക് ഇട്ടിച്ചിറങ്ങാണ്. അങ്ങനെ അത് കൊണ്ടതും പുള്ളിയുടെ സ്യൂട്ട് തന്നെ കത്തിക്കരിയാണ്. അങ്ങനെ ജെയിംസ് താൻ എന്താണോ കള്ളക്കളവ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ക്യാപ്റ്റൻ പറയാണ്, നിസ്സഹായ അവസ്ഥയിൽ ഞാൻ ചെയ്യുന്നത് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറയാണ് ക്യാപ്റ്റൻ. അങ്ങനെ കുറച്ച് കാലങ്ങളായല്ലോ ക്യാപ്റ്റൻ, നമ്മൾ വീണ്ടും അസംബിൾ ചെയ്യാൻ ടൈമായെന്ന് പറഞ്ഞിട്ട് തോർ അവിടെ വന്നിരിക്കുകയാണ്. അങ്ങനെ തോറും മിസ് മാർവലും ഇപ്പം അങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഉടനെ തന്നെ ഈ ഏലിയനൊന്നും വന്നെന്ന് വിചാരിച്ചിട്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് നമ്മുടെ ജെയിംസ് പറഞ്ഞെങ്കിലും സ്റ്റാൻഡ് ഡൗൺ ജെയിംസ് എന്നും പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ പുള്ളിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ ആ റാഫ്റ്റ് പ്രിസണിലുള്ള എല്ലാ ക്രിമിനൽസിനെയും രക്ഷിക്കാൻ വേണ്ടി പറയാണ്. പക്ഷെ ഉടനെ തന്നെ ആ റാഫ്റ്റിന് നേരെ ഒരുപാട് മിസൈൽസ് പോവാണ്. അങ്ങനെ ജെയിംസ് സ്റ്റാർക്കിൻ്റെ ആർമി മൊത്തം അത് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ തോർ പുള്ളിയുടെ ലൈറ്റ്നിങ് പവേഴ്സ് യൂസ് ചെയ്തിട്ട് എല്ലാ ജെറ്റ്സിനെയും ഇടിച്ച് തകർക്കുകയാണ്. പക്ഷെ അതിലുള്ള പൈലറ്റ്സിനെയൊക്കെ പുള്ളി സേഫായിട്ട് താഴെ ലാൻഡ് ചെയ്യുകയാണ്. പക്ഷെ ആ ടൈം യൂസ് ചെയ്തിട്ട് നമ്മുടെ ജെയിംസ് സ്റ്റാർക്ക് അവിടുന്ന് എസ്കേപ്പായി പോവാണ്. ഉടനെ തന്നെ നമ്മുടെ തോർ ഇവിടുത്തെ എൻ്റെ പണി കഴിഞ്ഞു, ഞാനെന്നാ പോട്ടേന്ന് ചോദിച്ചതും ഇല്ല, അവനെ തടയണം, നീ ഇവിടെ തന്നെ വേണമെന്ന് പറയാണ് ക്യാപ്റ്റൻ. അങ്ങനെ പിന്നെ ഇവരൊക്കെ ചേർന്നിട്ട് നമ്മുടെ ജെയിംസ് സ്റ്റാർക്കിനെ തടയും. അത് വേറെ കാര്യം.